ചേട്ടാ, നമ്മുടെ നാട്ടിലെ ഈ ആൾക്കാർ ചിലരങ്ങോട്ട് ഓവറായിട്ട് മദ്യപിക്കും. ഇപ്പോൾ വെറുതെ കിട്ടിയാലൊക്കെ ഇഷ്ടംമാരെ കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പുള്ളിക്കാരൻ അടിച്ച് സെറ്റായി എന്ന് വെച്ചാൽ വെറുതെ എങ്ങനെ ആരണ്ട് കൊടുത്താണെന്ന് തോന്നുന്നു, വലിച്ചു വാരി കയറ്റി പുള്ളി ഇങ്ങനെ KSRTC ബസ്സിൽ ഇങ്ങനെ വരിക. അപ്പോൾ അടിച്ചിട്ട് പുള്ളിക്ക് ഇരിക്കാൻ പാടില്ല. പുള്ളി ഇങ്ങനെ നേരെ വന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ തല പോയിട്ട് സീറ്റിലിടിക്കും, പിന്നെയും പോയി ഇടിക്കും. മൂന്നാമത്തെ ഇടിക്കുക ഇയാളുടെ തല പൊട്ടി, ഇയാൾ അറിയുന്നില്ല, ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാളുടെ വൈഫ് വിളിച്ച് നിങ്ങളെവിടെ? അപ്പോൾ ഇയാൾ പറയാണ്, എടി ഭയങ്കര മഴയാ, ഞാനൊരു കടയിൽ കയറിയിരിക്കുവാന്ന്. നമ്മുടെ കൂട്ടുകാരൊക്കെ ടൂറ് പോകും അല്ലേ? നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും ടൂറ് പോകും. അപ്പം ഈ ടൂറ് പോകുമ്പോൾ ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമുണ്ട്, ഈ ടൂറ് പോയി കഴിഞ്ഞാൽ മാത്രം കണ്ണട വെച്ചൊരു ഫോട്ടോ വരും. വേറെ ആണെങ്കിൽ കണ്ണട വെച്ചില്ല, അപ്പോൾ ഒരു കണ്ണട വെച്ചൊരു പെറുമുടയൊക്കെ ഇട്ടൊരു ഫോട്ടോ വരും. അപ്പോൾ ഇവരും ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് ടൂറ് പോയി. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോകുമ്പോൾ ഈ കുരങ്ങിൻ്റെ ശല്യം ഉണ്ടാവുമല്ലോ. ഇവന്മാരവിടെ ചെന്ന് ഈ പക്കവട മേടിച്ചുമ്പോൾ തിന്നുകൊണ്ടിരിക്കുക, കണ്ണടയൊക്കെ വെച്ച് തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുരങ്ങ് വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയപ്പോൾ ഇവൻ ആകെ ഇതായി, വാ ഇതിപ്പോട്ടെ കുരങ്ങല്ല തിന്നട്ടെ എന്ന് പറഞ്ഞ് ഇവൻ വിട്ടു. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരനെ പറഞ്ഞാടാ വേറെ വല്ലതും മേടിച്ചോ, നമുക്കൊരു പോണ വഴി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടുകാരൻ പോയിട്ട് ഈ തിന്നണ സാധനം മേടിച്ചിട്ട് ഇങ്ങനെ ഷട്ടിൻ്റെ ഇടയിൽ പാത്തിങ്ങനെ നടന്നു വരിക. അപ്പോൾ ഇവൻ ചോദിച്ചു, എന്നാടാ മേടിച്ചത്? കപ്പോടയും മിച്ചറോ? എടാ ഭയം പറ, കുരങ്ങ് കേൾക്കുമെന്ന്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ അടുത്ത കാലത്ത് പെണ്ണ് കാണാൻ പോയി. അപ്പോൾ പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണ് കണ്ടു, ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ്റെ അച്ഛൻ പെണ്ണിൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ്, അല്ല പെണ്ണിപ്പോൾ എന്താ ചെയ്യുന്നത്? പെണ്ണിൻ്റെ അച്ഛൻ പറയുക, അല്ല അവളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് വെറുതെ ചുമ്മാ നിൽക്കുക. ചെക്കൻ്റെ അച്ഛൻ പറഞ്ഞേ, എന്നാൽ കുഴപ്പമില്ല, ഇവർ രണ്ടുപേരും കൂടെ എപ്പോൾ നിന്നോളൂല്ലോ. താങ്ക് യു ലാൽവി. ചിത്തു ചേട്ടാ, എൻ്റെ വീട്ടിൽ ഭയങ്കര പല്ലിയുടെ ശല്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഈ പല്ലിക്ക് എന്തെങ്കിലും ഒരു പല്ലി മരുന്നിടാം, പല്ലി പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് പല്ലി ശല്യം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സ്വന്തം വീട്ടിലാണ് ഈ പല്ലിക്ക് ഒരു ശല്യവും ഇല്ല, ഒറ്റ പല്ലി പോലും ഇല്ല എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന്. അപ്പോൾ എൻ്റെ വൈഫ് പറയാം, അത് പല്ലിക്കിരുന്ന് ചിലയ്ക്കാൻ സൗകര്യമുള്ള വീട്ടിലെ പല്ലി ഇരിക്കുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താണ് എൻ്റെ വീട്ടിൽ എന്തായാലും സൗകര്യക്കുറവെന്ന് ചോദിച്ചപ്പോൾ, എന്തെങ്കിലും ഒരു സത്യം കേട്ടാലല്ലേ ആ പല്ലിക്ക് ചിലയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ ഈ അയ്യപ്പൻ ചേട്ടൻ വേറൊരു ഇതുണ്ട്. അയ്യപ്പൻ ചേട്ടൻ ഒരാളെ വേറൊരു അമ്പലത്തിലേക്ക് പുള്ളീനെ ഒരു വഴിപാട് നടത്തിക്കാനായിട്ട് കൊണ്ടുപോവുക. വേറൊരാളെ ഇങ്ങനെ ഒരു അവിടെ പോയി വഴിപാട് നടത്താൻ പറഞ്ഞ ഒരു ചെറിയ അമ്പലം. ഈ അമ്പലത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂജാരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കൂടെ ഇത് ആരും ഇതൊന്നുമില്ല, സഹായമായിട്ടൊന്നുമില്ല. അപ്പോൾ ചെന്നപ്പോൾ ഈ നട അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്പലത്തിന് മുമ്പിൽ ഒരു പാത്രത്തിലിങ്ങനെ ചന്ദനം, ഭസ്മം, കളഭം അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അയ്യപ്പൻചാണ്ടൻ ഒരു പൂജാരിയാണല്ലോ, ഇയാൾ ചെന്ന വഴി കുറേ നേരമൊക്കെ തൊഴുതിട്ട് ഈ തുറക്കാത്തതുകൊണ്ട് പുള്ളി ഇത് ഓരോ സ്പൂണിൽ ഇങ്ങനെ കോരി കയ്യിലിട്ടു. അപ്പോഴാണ് തുറന്നിട്ട് തിരുമേനി വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും ചെയ്യണത്, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു കേട്ടോ, അശുദ്ധമായില്ലേ, നിങ്ങൾക്ക് അമ്പലത്തിൽ ചുറ്റുമൊന്നും അറിയില്ലേ? അപ്പോൾ അയ്യപ്പൻചാണ്ടൻ പറയാം, ക്ഷമിക്കണം തിരുമേനി, ഇവിടെ ബൊഫയാണെന്ന് ഞാൻ വിചാരിച്ചത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ സ്ഥിരമായിട്ടൊരു വല്യപ്പം വരുമായിരുന്നു. പുള്ളിക്ക് ഞാൻ 10 രൂപ 20 രൂപയൊക്കെ ചിലപ്പോൾ വരുമ്പോൾ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സ്ഥിരം വന്നു കഴിയുമ്പോൾ പുള്ളിക്ക് ഒരു അവകാശം പോലെയായി. പുള്ളി നമ്മൾ പൈസ കൊടുത്തില്ലേ മക്കളോട് ദേഷ്യപ്പെടുക, എന്താണ് നിങ്ങൾ പൈസ തരാത്തതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ആ ഗേറ്റ് അങ്ങ് അടച്ച് പൂട്ടിയേക്ക്, ഇയാൾ വന്നാൽ കയറില്ലല്ലോ. അങ്ങനെ പുള്ളി വരുമ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടു. കുറച്ച് ദിവസം മുമ്പ് ഈ ഗേറ്റിൻ്റെ ആ സൈഡിൽ ഇതങ്ങ് പോയിട്ട് ഗേറ്റ് അങ്ങ് പൊളിഞ്ഞു പോയി. അപ്പോൾ അത് പൂട്ടാൻ വയ്യ. അപ്പോൾ ഈ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് അവൻ്റെ കാറുമായിട്ട് വീട്ടിൽ വന്നു. കാറിങ്ങനെ വീടിൻ്റെ മുന്നിൽ ഇട്ടേക്കുക. ഈ ലോക്ക്ഡൗൺ സമയത്താണെങ്കിൽ ഞാൻ ഈ താടിയൊന്നും വളർത്താണ്ട് സാധാരണ പോലെയായിരുന്നു. അപ്പോൾ ഈ അങ്ങനെക്കാണെങ്കിൽ ഒരു 80 വയസ്സൊക്കെ ഉണ്ട്, കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ട്. അങ്ങനെ പിന്നെ പുള്ളി വന്ന് നോക്കുമ്പോൾ ഈ ഗേറ്റ് തുറന്ന് കിടക്കുന്നു, മുറ്റത്തൊരു കാറ് കിടക്കുന്നു. പുള്ളി പതുക്കെ കയറി വന്നു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, കുറേ നാളായില്ലേ പുള്ളി വന്ന് പൈസ ചോദിക്കുന്നു, നമ്മൾ കൊടുക്കാറില്ലല്ലോ, ഇപ്പോൾ എന്തെങ്കിലും കൊടുത്തേക്കും. നോക്കുമ്പോഴാണെങ്കിൽ 10ൻ്റെ 20ൻ്റെ ഇല്ല. അപ്പോൾ ഒരു 50 രൂപ എടുത്തു കൊടുത്തു. അപ്പോൾ പുള്ളി ഭയങ്കര നന്ദിയൊക്കെ പറഞ്ഞിട്ട് പറയാം, സാറേ ഇവിടെ നേരത്തെ ഒരു നാറ് താമസിക്കുന്നുണ്ടായിരുന്നു, 10ൻ്റെ പൈസയും തരൂല, ഗേറ്റും പൂട്ടിയിടും.